ഈ അടുത്ത കാലത്ത് പ്ലാവ് കംപ്ലീറ്റ് തീ പിടിച്ചു. ഞങ്ങളിവിടെ പ്രദേശത്തുള്ള എല്ലാ ആളുകളും അത് പരമാവധി അതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഒരാൾക്ക് ഇറങ്ങി നിൽക്കാൻ പാകത്തിലുള്ള വലിയ പോടാണ്. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ തീ പിടിച്ചിട്ട് ഞങ്ങൾ വെള്ളമൊക്കെ പരമാവധി ഒന്ന് ഒഴിച്ച് കെടുത്തി. ഞങ്ങൾ ആ പ്ലാവ് പോയി എന്ന് വിചാരിച്ചതാണ്. പക്ഷേ പിറ്റത്തെ വർഷം അത് ഫുള്ളായിട്ട് കായോട് കൂടെ നിറഞ്ഞു നിൽക്കുക ചെയ്തത്. നമസ്കാരം, സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പൊ ഞാനെന്നുള്ളത് പാലക്കാട് ജില്ലയില് മണ്ണാർക്കാട് കോങ്ങാട് റൂട്ടില് ഹൈവേയുടെ സൈഡിലായിട്ട് തന്നെ, ടിപ്പു സുൽത്താൻ റോഡിന്റെ സൈഡിലായിട്ട് തന്നെ ഉള്ള ഒരു പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് കേട്ടോ. മനോഹരമായിട്ടുള്ളത് ഒരു മഹാക്ഷേത്രം കൂടിയാണ്. ഒരു വലിയ ക്ഷേത്രമാണ്. ഇവിടെ നിരവധി പ്രതിഷ്ഠകളും കാര്യങ്ങളും ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. അപ്പൊ എന്തായാലും ഇതിന്റെ കാര്യങ്ങൾ മുഴുവൻ പറയാൻ ഇതിന്റെ അമ്പലത്തിന്റെ ആളുകളും കമ്മിറ്റിക്കാരും മാനേജറും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് അവരോട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ്. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. നമ്മുടെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ദേശങ്ങളിലേക്കും മറ്റുള്ള ആളുകളിലേക്കും ഒക്കെ എത്തിച്ചേരട്ടെ. അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ ചെയ്തു, 120 അമ്പതിന്റെ ഉള്ളിൽ ക്ഷേത്രങ്ങൾ ചെയ്തു. അതൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ക്ഷേത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിക്കാം. ഓക്കെ. ചരിത്രമഹിമയും ഗരിമയും പഴമയും ആചാരവും പ്രൗഢിയും കഥകളിപ്പെരുമയും വിളിച്ചോതുന്ന പുണ്യക്ഷേത്രമാണ് പള്ളിക്കുറുപ്പ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. മണ്ണാർക്കാട് കോങ്ങാട് ടിപ്പു സുൽത്താൻ റോഡിൻ്റെ ഓരത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാവിഷ്ണു കടാക്ഷം ഗ്രാമത്തിൻ്റെ ഐശ്വര്യത്തിലും ശാലീനതയിലും നന്മയിലും നിറഞ്ഞു തുളുമ്പുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ കാരാകുറിശി പഞ്ചായത്തിലെ പള്ളിക്കുറുപ്പ് എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം. NH 213 മണ്ണാർക്കാട് ടൗണിൽ നിന്ന് ടിപ്പു സുൽത്താൻ റോഡ് വഴി തെക്ക് കിഴക്കോട്ട് 5 കിലോമീറ്റർ സഞ്ചരിച്ചാലോ, ചിറക്കൽപ്പടിയിൽ നിന്ന് 3 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറ് സഞ്ചരിച്ചാലോ അമ്പലത്തിൽ എത്തിച്ചേരാം. വനവാസകാലത്ത് ഭഗവാൻ ശ്രീരാമൻ ഇവിടെ പള്ളിക്കുറുപ്പ് കൊണ്ടതിനാലാണ് ഈ സ്ഥലം പള്ളിക്കുറുപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. തുടർന്ന് കുറെ ബ്രാഹ്മണർ ഇവിടെ വന്ന് സ്ഥിരതാമസമാക്കുകയും ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം പഴമയുടെ ഭംഗിയും വാസ്തുവിദ്യയുടെ മേന്മയും കൊണ്ട് പ്രശസ്തമാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ മഹാവിഷ്ണു പടിഞ്ഞാറോട്ട് മുഖമായിരിക്കുന്നു. തുല്യ പ്രാധാന്യത്തോടെ ചുറ്റമ്പലത്തിന്റെ തെക്കുഭാഗത്ത് വട്ട ശ്രീകോവിലിൽ നരസിംഹമൂർത്തിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. കിഴക്കോട്ട് മുഖമായി വേട്ടേക്കരൻ, അയ്യപ്പൻ, ഗണപതി, നാഗങ്ങൾ എന്നിവയും ഇവിടെ ഉപദേവതകളായി ഉണ്ട്. പ്രതിഷ്ഠാ സമയത്ത് ഗരുഡൻ ആകാശത്ത് പ്രത്യക്ഷപ്പെടും എന്ന വിശ്വാസത്തോടെ പ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിച്ചു. എന്നാൽ ഗരുഡ സമാനമായ പക്ഷി ആദ്യം പ്രത്യക്ഷപ്പെട്ട സമയത്ത് മഹാവിഷ്ണുവിനെ പ്രതിഷ്ഠിക്കുകയാണുണ്ടായത്. തുടർന്ന് ഗരുഡന്റെ സാന്നിധ്യമുണ്ടായ മുഹൂർത്തത്തിൽ തുല്യ പ്രാധാന്യത്തോടെ മഹാവിഷ്ണുവിന്റെ തെക്കുഭാഗത്തായി നരസിംഹമൂർത്തിയെയും പ്രതിഷ്ഠിച്ചു. ഇതാണ് രൗദ്ര കടാക്ഷമൂർത്തിയായ തെക്കൻ തേവർ. മറ്റൊന്ന്, ജ്യോത്സ്യ പ്രവചനം പോലെ മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠാ സമയത്ത് ഒരു സന്യാസി മയിൽപീലി കെട്ടുമായി എത്തിയത് ശുഭലക്ഷണമായി അനുമാനിച്ചു. തുടർന്ന് ശ്രീകോവിലിന്റെ തെക്കുഭാഗത്ത് മയിൽ വട്ടമിട്ട് പറക്കുകയും ചെയ്തപ്പോൾ അവിടെ രൗദ്ര കടാക്ഷമൂർത്തിയായ നരസിംഹമൂർത്തി പ്രതിഷ്ഠയും നടത്തി എന്നുമാണ് ചരിത്രം. രൗദ്ര ഭാവശമനത്തിനായി നരസിംഹമൂർത്തിക്ക് നേരെ എതിരായി പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് മുഖമായി അയ്യപ്പസ്വാമിയെയും പ്രതിഷ്ഠിച്ചു. വെയിലും മഴയും കൊള്ളുന്ന രീതിയിൽ പൂർണ്ണ പുഷ്കല ദമ്പതി സമേതം പ്ലാവ് മരത്തിന്റെ ചുവട്ടിലാണ് ഈ പ്രതിഷ്ഠ. ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് 2 കൊടിമരങ്ങൾ. മഹാവിഷ്ണുവിന് കൊടിമരം നിർമ്മിക്കാൻ മുറിച്ച തേക്ക് 50 വർഷത്തോളം പണി പൂർത്തിയാവാതെ കിടന്നു. ദേവപ്രശ്നത്തിൽ മഹാവിഷ്ണുവിനും നരസിംഹമൂർത്തിക്കും തുല്യ പ്രാധാന്യമുള്ള 2 കൊടിമരം വേണമെന്ന് കണ്ടു. ഇത് പ്രകാരം 1997 ക്ഷേത്രത്തിൽ 2 ധ്വജപ്രതിഷ്ഠയും നവീകരണ കലശവും നടത്തി. ഉത്സവം 2 മൂർത്തികൾക്കും തുല്യ പ്രാധാന്യത്തോടെ നടത്തുന്നു. ധനുമാസത്തിലെ പുണർദം നാളിൽ കൊടിയേറി 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഇവിടുത്തെ ഉത്സവം പണ്ട് ഒളപ്പമണ്ണ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ 9 ദിവസം നീണ്ടു നിൽക്കുന്ന കഥകളി അരങ്ങോടെ പ്രൗഢഗംഭീരമായി നടത്തിയിരുന്നു.
ഇടവ മാസത്തിലെ അത്തനാളിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠാദിനം. മകരത്തിലെ അവസാന ശനിയാണ് അയ്യപ്പന് താലപ്പൊലി. ഹരേ കൃഷ്ണ. എന്റെ പേര് ധന്യ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണിത്. വനവാസ കാലത്ത് ഭഗവാൻ പള്ളികൊള്ളുന്നത് കൊണ്ടാണ് പള്ളിക്കുറുപ്പ് എന്ന പേര് വന്നത്. ഇവിടെ പാലക്കാട് തന്നെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ രണ്ട് കൊടിമരമുള്ള ഈ ക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ്. അതുപോലെ തന്നെ തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നരസിംഹമൂർത്തി കുടികൊള്ളുന്നുണ്ട്. അതുപോലെ ഉപദേവ പ്രതിഷ്ഠകളായ ഗണപതി, അയ്യപ്പൻ, വേട്ടേക്കരൻ, നാഗങ്ങൾ എന്നിവയും ഇവിടെ പ്രതിഷ്ഠ ഉണ്ട്. ഇവിടെ പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ ചമയം, പാൽപായസം, കാര്യസാധ്യ പുഷ്പാഞ്ജലി, സഹസ്രനാമ പുഷ്പാഞ്ജലി എന്നിവയാണ്. അതോടൊപ്പം തന്നെ ധനുമാസത്തിലെ പുണർദ നാളിലാണ് ഇവിടുത്തെ ഉത്സവം കൊടിയേറുന്നത്. അതിലെ പ്രധാന ചടങ്ങാണ് ഉത്സവബലി. ഈ ഉത്സവബലി ചെയ്തിട്ട് ഒരുപാട് പേർക്ക് മംഗല്യയോഗമായിട്ടും സന്താന ഭാഗ്യങ്ങളായിട്ടും കിട്ടിയിട്ടുണ്ട്. വിവാഹ തടസ്സം നേരിടുന്നവർക്ക് ലക്ഷ്മി നാരായണ പൂജ, ഉമാമഹേശ്വരി പൂജ എന്നിവ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ രുക്മിണി സ്വയംവരത്തിന് പ്രധാനമായിട്ട് രുക്മിണി കുട്ടികൾക്ക് ഒരുപാട് കല്യാണങ്ങൾ അതിലൂടെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അടുത്ത് തന്നെ ഒരു കുട്ടിക്ക്, കഴിഞ്ഞ വർഷം എടുത്ത ആ കുട്ടിക്ക് ഈ വർഷം കല്യാണം ആയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. എല്ലാവരുടെയും സഹായ സഹകരണം കൊണ്ട് ഈ അമ്പലം നന്നായി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. നമസ്കാരം, ഞാൻ ഉണ്ണികൃഷ്ണൻ, പാഴൂർമന, ഇവിടുത്തെ മേൽശാന്തിയാണ്. ഇവിടെ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള വിഷ്ണുവിന് ചമയം, പിന്നെ പാൽപായസം, അതേമാതിരി തന്നെ വിഷ്ണുവിന് അതേ പ്രാധാന്യമുള്ള നരസിംഹമൂർത്തി, അവിടെയും ഇതേമാതിരി ചമയം, പാനകം ഒക്കെ പ്രധാന വഴിപാടാണ്. പിന്നെ വൃശ്ചിക മാസത്തിലെ അയ്യപ്പന് നിറമാല, പിന്നെ മകരമാസത്തിലെ ചുറ്റുവിളക്ക്, താലപ്പൊലി, പിന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഉത്സവം, അതൊക്കെ ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. പിന്നെ ദ്വാദശനാമ പൂജ ഏത് വിധത്തിലുള്ള കാര്യ തടസ്സങ്ങൾക്കും വേണ്ടി ഇപ്പൊ നമ്മളിവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും നല്ല അനുഭവം ആയതുകൊണ്ട് അതിന് നല്ല തിരക്കുകളും പൂജകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പ്രധാന വിശേഷം പറഞ്ഞാൽ ശ്രീകൃഷ്ണ ജയന്തിയാണ്. ശ്രീകൃഷ്ണ ജയന്തി, ശോഭയാത്ര, അതിനോടനുബന്ധിച്ച് പാതിരാ പൂജ എന്ന് പറഞ്ഞൊരു ചടങ്ങും കൂടി ഇവിടെ പതിവുണ്ട്. അപ്പൊ എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടോന്ന് അറിയില്ല. കൃഷ്ണൻ ജനിച്ച സമയത്ത് 12 മണിക്ക് നമ്മൾ കുറച്ചൊക്കെ ഇവിടെ എല്ലാ ആൾക്കും ഉണ്ടാവാറുണ്ട്. എന്നാലും ഇപ്പൊ ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പൊ ഉണ്ടോ എന്താണെന്ന് അത് അറിയില്ല, എല്ലാവർക്കും എത്രത്തോളം അറിയുന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു പൂജ ഇവിടെ പതിവുണ്ട്. പിന്നെ ഓണം, വിഷു ഇതിനൊക്കെ നല്ല വിശേഷമാണ്. പിന്നെ അപൂർവങ്ങളായിട്ടുള്ള ഇവിടെ കാണാൻ ഒരു പ്ലാവുണ്ട്, അതിലിതാ ഇഷ്ടംപോലെ ചക്ക, അതൊരു വിശേഷമാണ് ഇവിടെ. അപ്പൊ വരുന്നവരൊക്കെ ഇപ്പൊ അതിനെ കുറിച്ചാണ് ഇവിടെ ഒരു ചർച്ച. അപ്പൊ അതൊരു വിശേഷമാണ്. പിന്നെ അപ്പൊ നടന്നുകൊണ്ടിരിക്കുക, സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അത് കഴിഞ്ഞ 28-ാം തീയതി മുതൽ സപ്താഹം, 28 വർഷമായിട്ട് സപ്താഹം നടന്നു വരുന്നുണ്ട്. അപ്പൊ 4-ാം തീയതി കഴിയും. അത് കഴിഞ്ഞാൽ ഇപ്പൊ അടുത്ത് തന്നെ പ്രതിഷ്ഠാദനമാണ്. ജൂൺ 5-ാം തീയതി പ്രതിഷ്ഠാദനമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഇതൊക്കെ ഇവിടുത്തെ ഞങ്ങളെ സ്റ്റാഫുകളാണ്. ഇവിടെ മാതൃസമിതിക്കാരുണ്ട്, ഇതൊക്കെ ഉണ്ട്. എന്തെങ്കിലും പുതുവശക്ക് അവരൊക്കെ ഇവിടെ ഒരുപാട് കാലമായിട്ട് ഉള്ളതാണ്. നമ്മളൊക്കെ ഇപ്പൊ ഏറ്റവും ശിശു ഇതിൽ ഞാനാണ്. അവരൊക്കെ ഒരുപാട് കാലമായിട്ടുള്ളവരാണ്. ചുറ്റുവിളക്കിന് അയ്യപ്പന് പ്രധാനമാണ്. അത് കഴിഞ്ഞാൽ താലപ്പൊലി ഉണ്ട്. ഇത് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടായിട്ട് നടക്കുന്നതാണ് ചുറ്റുവിളക്കുകൾ. അത് കഴിഞ്ഞാൽ പിന്നെ ഉത്സവമാണ് ഉള്ളത്. ഉത്സവത്തിന് ഉത്സവബലി പ്രധാനമായിട്ട് നടക്കുന്ന ഒരു വഴിപാടാണ്. മഹാവിഷ്ണുവിന്റെ അനന്തശയനായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ്. ഞാനൊരു 25 കൊല്ലത്തിന് മുമ്പുണ്ട് ഇവിടെ പണി തുടങ്ങിയിട്ട്. പിന്നെ 25 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ രാവിലെ ഇവിടെ അടിച്ചുകളിയാണ്. രാവിലെ 4 മണിയൊക്കെ ആകുമ്പോഴേക്കും വരും. അതിനെ പണിയെടുക്കണ്ട്. അതുകൊണ്ട് നമുക്ക് സന്തോഷമാണ്, നല്ല സമാധാനം, സന്തോഷം. നമസ്കാരം,
പിന്നെ എന്റെ പേര് സുരേഷ്. പിന്നെ സൂപ്പർവൈസറായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യണത്. ഈ ഒളപ്പമണ്ണ ദേവസ്വത്തിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രം മഹാക്ഷേത്രങ്ങളിൽ പെട്ടതാണ്. ഇവർക്ക് 28 ക്ഷേത്രങ്ങളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലുള്ള ഈ ക്ഷേത്രം. ഇത് പിന്നെ നൂറ്റാണ്ടുകള് പഴക്കമുള്ള ക്ഷേത്രമാണ്. അതുകൊണ്ട് ഇതില് 18,000 പറ മിച്ചവാരം കിട്ടിയിരുന്ന ഒരു ക്ഷേത്രമാണ്. സ്വന്തമായി 3 ആന ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഭൂപരിഷ്കരണ നിയമത്തോടു കൂടി കുറെ നഷ്ടപ്പെട്ടു എങ്കിലും 18 ഏക്കറോളം ഭൂമി നിലനിൽക്കുന്ന ക്ഷേത്രമാണ് ഇത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തിന് തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ ക്ഷേത്രത്തിന് കുളം സ്ഥിതി ചെയ്യുന്നത്. 1 ഏക്കറയോളം ഉള്ള കുളമാണത്. അതുപോലെ തന്നെ ഈ മലബാർ കലാപത്തിൽ ഉൾപ്പെട്ട ക്ഷേത്രം കൂടിയാണ് ഇത്. ഈ ടിപ്പുവിന്റെ പടയോട്ട കാലത്ത്, അതുകൊണ്ടാണ് ഇതിന് മുന്നിൽ കൂടെ ടിപ്പു സുൽത്താൻ റോഡ് എന്നുള്ള പേര് വന്നത്. ടിപ്പു ആ കോട്ടയിലേക്ക് പോകുന്ന വഴി ആ സമയങ്ങളിൽ ഈ ക്ഷേത്രം ആക്രമിക്കപ്പെടുകയും പിന്നെ നരസിംഹമൂർത്തി ബിംബം തച്ച് പോത്തിന്റെ തലയൊക്കെ ഉടലൊക്കെ കൊണ്ട് നശിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഈ കലാപത്തിനൊരു പേരുണ്ട്, ചോലകലാപം എന്ന പേരിലാണ്, ചേലകലാപം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ അത് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഉള്ളതാണ്. അതുപോലെ ഈ ബ്രിട്ടീഷ് പട്ടാളം വന്നിട്ടാണ് അന്ന് ഇവരെ ഒഴിപ്പിച്ചത്. പിന്നെ പീരങ്കി പട്ടാളം വന്നിട്ട് അതിന്റെ അവശേഷിപ്പുകളായി പീരങ്കി ഉണ്ടകളൊക്കെ തറച്ചിട്ടുള്ള പിന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമുക്ക് പത്തായപ്പുര അവിടെ എപ്പോഴും കാണാൻ സാധിക്കും. പിന്നെ അതിൽ ചെറിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല, തേപ്പുകളൊന്നുമില്ല. എപ്പോഴും പഴയ പോലെ മൺചുമരുകൾ, മണ്ണ് തേച്ച ചുമരാണ്, ഒന്നും ചെയ്തിട്ടില്ല. അതിനുശേഷമാണ് നമ്മളിപ്പോൾ കാണുന്ന പുതിയ പത്തായപ്പുര ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അത് പിന്നെ ഒളപ്പമണ്ണ മഹാകവിയായ സമയത്താണ്, റാവു ബഹദൂറിന്റെ കാലത്താണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ എനിക്ക് ഇത്ര വയസ്സായുള്ള നമ്മൾ പറഞ്ഞു കേട്ട ചരിത്രമാണ് നമ്മൾ പൂർവികരെ. അതുപോലെ തന്നെ ഈ അയ്യപ്പ പ്ലാവുകള് ഇപ്പൊ 100 വയസ്സായ ആള് മരിച്ച സമയത്തും അദ്ദേഹത്തിന്റെ സമയത്ത് ഇത്ര വലിപ്പമുള്ള ഈ പ്ലാവിന്റെ വലിപ്പം അത്ര തന്നെ ആയിരുന്നു. അവർക്ക് പോലും ഓർമ്മ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അതിന്റെ താഴെയാണ് പൂർണ്ണ പുഷ്കല സമേതനായ അയ്യപ്പ സ്വാമി ഇവിടെ ഉള്ളത്. അദ്ദേഹം അതുകൊണ്ടാണ് ഇവിടെ താലി മംഗല്യൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് അവിടെ മംഗല്യ പൂജ, ഗണപതി അവിടെ തന്നെയാണ്. ഗണപതിക്ക് മംഗല്യ പൂജ എന്നിവയൊക്കെ നടത്താറുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ HRMC കീഴിലെ ഇപ്പോഴുള്ള മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഇപ്പൊ ക്ഷേത്രം നിലനിൽക്കുന്നത്. സുമ, ഞാൻ ഈ ദേശത്ത് തന്നെ താമസിക്കുന്നത്. നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ മഹാത്മ്യം കേട്ടറിഞ്ഞിട്ട് അടുത്ത ദേശത്തുനിന്ന് പോലും ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് അവരുടെ ആഗ്രഹങ്ങൾ പറയുകയും അതുപോലെ തന്നെ അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുക്കുകയും നമ്മുടെ തേവര് മൂലം നടക്കാറുണ്ട്. അപ്പൊ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഒരു പ്രാവശ്യം വന്നവര് വീണ്ടും വീണ്ടും ഇവിടേക്ക് വരാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇവിടുത്തെ സപ്താഹം ആണെങ്കിലും നാരായണീയ വായനയാണെങ്കിലും എല്ലാം എല്ലാവർക്കും നല്ല മാനസികമായിട്ട് സന്തോഷവും അതുപോലെ തന്നെ എല്ലാ ഒരു കൂട്ടായ്മയും ഈ ക്ഷേത്രത്തിന്റെ പേരിൽ ഉണ്ടാവുന്നുണ്ട്. അതന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്. അമ്പലത്തിനെ പറ്റിയിട്ട് ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ സപ്താഹത്തിനെ പറ്റിയിട്ടാണ്. 25 വർഷം തുടർച്ചയായിട്ട് ഇളയടത്ത് മനക്കില് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ ഒരു നേതൃത്വത്തില് ആഞ്ഞ നമ്പൂതിരി നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കോവിഡിന്റെ സമയത്ത് കുറച്ച് സമയം ഒരു ഗ്യാപ്പിന് പിന്നെ ഇവിടെ സപ്താഹം ഉണ്ടായിട്ടില്ല. പിന്നെ അതിന് ശേഷം നമ്മളൊരു 2 കൊല്ലം മുമ്പേ ഇവിടുത്തെ നാട്ടുകാരും മോക്ഷ ആധ്യാത്മിക രീതി എല്ലാവരും കൂടി രണ്ടാമത് തുടങ്ങി. ഇതിപ്പോ രണ്ടാമത് തുടങ്ങിയിട്ടുള്ള 3ാമത്തെ പ്രാവശ്യത്തെ സപ്താഹമാണ്. ഈ പ്രാവശ്യം അമ്പലക്കാരനെയാണ്, അമ്പലം കമ്മിറ്റി നാട്ടുകാരോട് കൂടിയിട്ടാണ് നടത്തുന്നത്. ഇതിനി എല്ലാ വർഷവും ഇതേമാതിരി തുടർന്ന് പോവാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും സഹകരിക്കണം. അതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഈ അമ്പലത്തിൽ സ്ഥിരമായിട്ട് നടന്നിരുന്ന ഒരു കാര്യമാണ്. ഇനി വീണ്ടും അതൊരു മുടങ്ങാനുള്ളൊരു അവസരം ഇവിടെ ഉണ്ടാവാതിരിക്കാൻ ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ടാവട്ടെ. അത് മാത്രമേ ഞാൻ ഇവിടെ കഴകം ചെയ്യുന്ന ആളാണ്. മാലകെട്ടാൻ പൂർവികമായിട്ടുള്ളതാണ്, പാരമ്പര്യമാണ്. പെൻഷനില്ല വഹിക്കുന്നവരെ മാലകെട്ടാം. അങ്ങനെയാണ് അമ്മ മുത്തച്ഛന്മാരായിട്ട് ചെയ്തതാണ്. ഇപ്പൊ ഞാൻ ചെയ്തു വരും. 6 മാസം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കൂട്ടർക്കാണ് 6 മാസം, അവർക്കാണ് അങ്ങനെയാണ് നടന്നു പോകുന്നത്. ആദ്യം 2 മാല കെട്ടിച്ച് പോവേ വേണ്ടിയിരുന്നുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എല്ലാ ദിക്കിലേക്കും മാല കെട്ടി നല്ല ഇതുണ്ട്. അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴമേനാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുമതില് ആ ഒരു പഴമ ഇന്നും നിലനിർത്തുന്നു. പിന്നെ പഴയ പത്തായപ്പുര ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് ഉണ്ടായിട്ടുള്ള ആക്രമണത്തില് തകർന്നിട്ട അതേ ഇത് തന്നെയാണ് ഇപ്പൊ പത്തായപ്പുര ഉള്ളത്.
ആ ഒരു പഴമ ഇന്നും നിലനിർത്തുന്നു. പിന്നെ അതേപോലെ 8 ദിക്കോട് കൂടിയിട്ടുള്ള പൂമുഖം ഈ ക്ഷേത്രത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ്. ഇപ്പൊ വിവാഹത്തിനൊക്കെ ഒരുപാട് പിന്നെ സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യാനും ഒരുപാട് വിവാഹ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. അത്രയും സീനറി ആ ഒരു വിഭവസമൃദ്ധമാണ്. ഞങ്ങളിങ്ങനെ കഴകം തുടങ്ങിയിട്ട് കുറെ കാലമായി. ഞാൻ 15 വയസ്സിൽ വന്നു ഇവിടെ കഴകത്തിന് വന്നു. ഇപ്പൊ ഇത്രയും കാലം എത്തി. ഞാൻ 15 വയസ്സിൽ വന്നു ഇത്രയും കാലം എത്തിയത്. എങ്ങനെയൊക്കെയോ ചോദിച്ചാൽ വിഷയമില്ല. അങ്ങനെയൊക്കെ ഭംഗിയായിട്ട് പോകണ്ടെന്ന് വിചാരിക്കുന്നു. അത്രയുള്ളൂ. കാര്യങ്ങളൊക്കെ നടത്തുന്നത് വയ്യാണ്ട് ജയിച്ചിട്ടും ഒക്കെ അതൊക്കെ തന്നെ പറയാം. രുക്മിണി ഞങ്ങൾ ഈ അമ്പലത്തിന്റെ ചുറ്റുവട്ടത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഒരുപാട് കാലങ്ങളായിട്ട് ഞങ്ങൾ ഇതിന്റെ 4 ഭാഗത്ത് കൂടെ തന്നെയാണ് താമസിക്കുന്നത്. ഞങ്ങൾ പള്ളിക്കുറുപ്പ് ദേവരുടെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങൾ നല്ലപോലെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും പല പല പ്രശ്നങ്ങളിൽ കൂടി ഇതായിട്ട് ഞങ്ങൾ ജീവിച്ചിങ്ങനെ പോയി. ചെറിയ മക്കളായപ്പോ ഞങ്ങളുടെയൊക്കെ അച്ഛൻ മരിച്ചതാണ്. അപ്പൊ ഞങ്ങൾക്ക് ഈ പള്ളിക്കുറുപ്പ് ദേവരെ പറഞ്ഞാൽ ഏത് നേരം എല്ലാവരും പറയാണ്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്നാണ്. പക്ഷെ അയാൾ കണ്ണു വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലത് മാത്രമേ വരുള്ളൂ. പക്ഷെ കുറച്ച് താമസം ഉണ്ടാവുമെന്ന് മാത്രം. പള്ളിക്കുറുപ്പ് ദേവരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കും. മനസ്സൊരുക്കി പ്രാർത്ഥിക്കണമെന്ന് മാത്രം. എന്റെ മോളുടെ കല്യാണം ഇവിടെ ഈ സപ്താഹ വേദിയിൽ വെച്ചിട്ട് ഓരോരോ പരിപാടിക്ക് പങ്കെടുത്തിട്ട് നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഒക്കെ റെഡിയായി വന്നത്. എന്റെ മോളുടെ കല്യാണം കഴിഞ്ഞു. അതുപോലെ ഓരോരോ വർഷം ഈ സപ്താഹത്തിന് രുക്മിണി സ്വയംവരം പറഞ്ഞൊരു സംഭവത്തിന് കുട്ടികള് കൃഷ്ണനെ എടുക്കണ ഒരു ചടങ്ങുണ്ട്. അതില് പങ്കെടുത്തു കഴിഞ്ഞാൽ കല്യാണം ആവാത്ത മക്കൾക്ക് കല്യാണം ആവും എന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാവരും എല്ലാം അറിഞ്ഞും കേട്ടും ഇതിൽ പങ്കെടുക്കണം, ഇവിടെ വന്നു ചേരണം. എല്ലാ സഹായ സഹകരണവും ഞങ്ങളുടെ അമ്പലത്തിന് വേണ്ടി ഉണ്ടാവണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഞാൻ 7 വർഷം ഇവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് എനിക്ക് ഒരു നല്ല ബുദ്ധിമുട്ടിട്ട് ഞാൻ ജീവിച്ചിരുന്നത്. ഇവിടെ ജോലി ചെയ്തതിന് ശേഷമാണ് ഒരു മെച്ചം വന്നത്. പിന്നെ എനിക്ക് 3 ആൺകുട്ടികളാണ്. എന്റെ പേര് ദേവിയാണ്. കുട്ടികള് ഇവിടെ നിന്നാണ് നന്നായി. അത് വളർന്നു വന്നപ്പോ എനിക്ക് ജോലി ആയപ്പോ പിന്നെ അമ്മ ജോലി ചെയ്യണ്ട പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ നിർത്തി. ഇപ്പൊ വീണ്ടും മാതൃസമിതിയിലൊക്കെ ഇവിടെ എല്ലാ കാര്യത്തിലും ഞാൻ കൂടാറുണ്ട്. ഇവിടെ ഹലോ നമസ്കാരം. ഞാൻ പള്ളിക്കുറുപ്പ് അമ്പലത്തിലെ ജീവനക്കാരിയാണ്. എന്റെ അമ്മയുടെ കാലത്ത് തുടങ്ങിയതാണ്. പുറമേയുള്ള വേട്ടേക്കര ഗണപതി, അയ്യപ്പൻ, നരസിംഹമൂർത്തി അവിടെയാണ് ഞങ്ങൾക്ക് ജോലി. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലയിലെത്തിയത്. പക്ഷെ വളരെ വിശ്വാസത്തിലാണ് ഞങ്ങൾ പോകുന്നത്. വളരെയേറെ പ്രാധാന്യമുള്ള ഒരു അമ്പലമാണ്. എത്ര എന്തായാലും നമ്മൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ എല്ലാ ദൈവങ്ങളും വിളി കേൾക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അത്രേ പറയാം. ഞാന് ഒളപ്പമണ്ണ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ വേണുഗോപാൽ. ഇത് ഒളപ്പമണ്ണ മനയുടെ കീഴിലുള്ള 28ഓളം ക്ഷേത്രങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ്. അതായത് ഇത് 2 കൊടിമരം ഉള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. അതിൽപ്പെട്ട ഒന്നാണ് ഇത്. ഈ കൊടിമരം സ്ഥാപിച്ചത് 97-ലാണ്. ഇത് ഒളപ്പമണ്ണ മനയുടെ 27 ക്ഷേത്രങ്ങളിലെ ഇതുപോലെ 5 താലൂക്കുകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുടെ ഊരായ്മയിൽപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഇത് ഒളപ്പമണ്ണ മനക്കാരാണ് ഇതിന്റെ പാരമ്പര്യ ട്രസ്റ്റിമാര്. ഇതിപ്പോഴും മലബാർ ദേവസ്വം ബോർഡിന്റെ നേരിട്ട് നിയന്ത്രണത്തിലല്ല, അവരുടെ സൂപ്പർവിഷൻ കൺട്രോളിലാണെന്ന് മാത്രം. പൂർണ്ണ അധികാരം ഒളപ്പമണ്ണ മനക്കാർക്ക് തന്നെയാണ്. ഞാൻ ഏതാണ്ട് 36 വർഷത്തോളമായി ഈ ദേവസ്വത്തിന്റെ മാനേജറായിട്ടും ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ക്ഷേത്രത്തിന്റെ ഇവിടുത്തെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ 3000 വർഷം ഒക്കെ പഴക്കം പറയുന്നുണ്ട് ഏതാണ്ട്. ഇത് പണ്ട് ഇതിന് ഈ ഫ്രണ്ടിൽ കാണുന്ന മഹാവിഷ്ണുവിന്റെ ഒരു ക്ഷേത്രം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിന്റെ അന്നൊരു ശ്രീകോവിൽ മാത്രമായിട്ട് ആണ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് ചുറ്റമ്പലം മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞ പ്രതിഷ്ഠിക്കണ സമയത്ത് ഇതിന്റെ അന്ന് അഷ്ടമംഗല്യ പ്രശ്നം മറ്റു കാര്യങ്ങളൊക്കെ അന്നത്തെ കാലത്ത് പ്രഗത്ഭന്മാര് വെച്ച് ഉള്ള സമയത്ത് ഇത്
ഒരു മയില് ഇവിടെ വരും. ആ വരുന്ന സമയത്താണ് പ്രതിഷ്ഠയ്ക്കുള്ള ഉചിതമായ സമയം എന്ന് പറഞ്ഞിട്ടാണ് വെച്ചത്. പക്ഷെ പ്രതിഷ്ഠ ആ സമയമൊക്കെ കുറിച്ചു കൊടുത്തപ്പോൾ മയിലിനെ കാണാനില്ല. പക്ഷെ ആ സമയത്ത് നമ്മള് അന്നത്തെ ആചാര്യന്മാര് പ്രതിഷ്ഠ കഴിക്കുകയും ചെയ്തു. പ്രതിഷ്ഠ കഴിഞ്ഞ ഉടനെ മയില് പ്രത്യക്ഷപ്പെടുകയും ആ സമയത്ത് ഇതിന്റെ അതേ പ്രതീകാത്മകമായിട്ട് ഇടതുഭാഗത്ത് മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ട് പ്രതിഷ്ഠിച്ചു. അതാണ് നരസിംഹമൂർത്തിയായിട്ട് അപ്പുറത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. നരസിംഹമൂർത്തി രൗദ്രഭാവത്തോടു കൂടെ ഉള്ളതാവുകൊണ്ട് നേരെ മുമ്പില് ശാസ്താവിന് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിന് എപ്പോഴും മഹാവിഷ്ണുവിന്റെ അമ്പലങ്ങളെല്ലാം അതിന്റെ ഇടതുഭാഗത്തായിട്ടാണ് കുളം വരിക. പക്ഷെ ഇതിന്റെ നേർക്ക് നേരെയാണ്. അത് നരസിംഹമൂർത്തി അവതാരമുള്ള ക്ഷേത്രങ്ങൾക്ക് മാത്രമേ നേർക്ക് നേരെ കുളം ഉണ്ടാവും. അതിന്റെ ഒരു സങ്കല്പമാണ് ഇവിടെ. അപ്പൊ നരസിംഹമൂർത്തിയുടെ രൗദ്രം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നേരെ മുമ്പിൽ അയ്യപ്പനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ആ പ്ലാവിന് ഏതാണ്ട് ഒരു 300-400 വർഷം പഴക്കം ആ പ്ലാവിനുണ്ട്. അപ്പൊ ഈ അടുത്ത കാലത്ത് പ്ലാവ് കംപ്ലീറ്റ് തീ പിടിച്ചു. ഞങ്ങളിവിടെ പ്രദേശത്തുള്ള എല്ലാ ആളുകളും അത് പരമാവധി അതിന്റെ ഉള്ളിൽ മുഴുവൻ ഒരാൾക്ക് ഇറങ്ങി നിൽക്കാൻ പാകത്തിലുള്ള വലിയ പോടാണ്. അതിന്റെ ഉള്ളിലേക്കൊക്കെ തീ പിടിച്ചിട്ട് ഞങ്ങൾ വെള്ളമൊക്കെ പരമാവധി ഒന്ന് ഒഴിച്ച് കെടുത്തി. ഞങ്ങൾ ആ പ്ലാവ് പോയി എന്ന് വിചാരിച്ചതാണ്. പക്ഷെ പിറ്റത്തെ വർഷം അത് ഫുള്ളായിട്ട് കായോട് കൂടെ നിറഞ്ഞു നിൽക്കുക ചെയ്തത്. അത് അത്രയും അതിന് യാതൊരു കോട്ടം തട്ടാതെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ചുവട്ടിലാണ് അയ്യപ്പനും. മുമ്പ് ഗണപതിയും നാഗങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലായിരുന്നു. അത് പിന്നെ മാറ്റി സ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് നേരെ അപ്പുറത്തിപ്പോ വേട്ടക്കാരനും നാഗങ്ങള് ഗണപതി ഒക്കെ വെവ്വേറാക്കി പ്രതിഷ്ഠ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ പണ്ട് 16,000 പറ നെല്ല് മിച്ചവാരം പിരിച്ചിരുന്ന ക്ഷേത്രമാണ് ഇത്. ഏതാണ്ട് പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു ഭൂ ഉടമയാണ് പള്ളിക്കുറുപ്പ് തേവര്. 16,000 പറ എന്ന് കൊള്ളാവുന്ന വലിയ പത്തായങ്ങള് ഇതിന്റെ പഴയ പത്തായപ്പര അതിനോട് ചേർന്നുണ്ട് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിലെ എന്നത്തെ 28ഓളം ക്ഷേത്രങ്ങളൊക്കെ ദരിദ്രമായി കടന്നിരുന്ന അമ്പലങ്ങളാണ് അന്ന്. ഇവിടുന്നാണ് ഈ നെല്ലുന്ന മിച്ചവാരം കൊടുത്ത് അതിന്റെ പിരിവെന്നുള്ള പൈസയും കൊണ്ടാണ് ഈ 28 ക്ഷേത്രങ്ങളും ഒരു കാലത്ത് നടന്നിരുന്നത്. പിന്നെ മറ്റു ക്ഷേത്രങ്ങളൊക്കെ അത് ഓരോന്ന് ഡെവലപ്പായി വന്നു. ഇവിടെ പിന്നെ നമുക്ക് അതിനനുസരിച്ച് ഈ ക്ഷേത്രത്തിന്റെ ലെവലില് അതങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാര്യങ്ങൾ ഒരു ലെവൽ പോകണമെന്ന് മാത്രം. ഇപ്പൊ മറ്റു ക്ഷേത്രങ്ങളൊക്കെ വളരെ അഭിവൃദ്ധിയായി. എങ്കിലും ഇത് താരതമ്യേന ഒരു മഹാവിഷ്ണുവിന്റെ അമ്പലങ്ങൾ എപ്പോഴും ഒരു പെട്ടെന്ന് ഉയരില്ല, പതുക്കെ പതുക്കെ വരും. എന്നിരുന്നാലും പണ്ട് കാലത്തെ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. പിന്നെ ഇവിടെ ഉത്സവം എന്ന് പറഞ്ഞാൽ ധനുമാസത്തിലെ പുണർദം നാളിനാണ് കൊടിയേറ്റം. തിരുവാതിര ശുദ്ധി പുണർദത്തിന് കൊടിയേറ്റമായിട്ട് 7 ദിവസം ഉത്സവത്തോടു കൂടെയാണ് വരിക. അത് പണ്ട് കാലം മുതൽ കേരളത്തിലെ പ്രഗത്ഭ കലാകാരന്മാരെല്ലാവരും ഈ ക്ഷേത്രത്തിൽ വന്ന് പല പരിപാടികളും അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് അന്നത്തെ കാലത്ത് ഇപ്പൊ പുതിയ പത്തായപ്പുര ഇത് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് ഷൂട്ടിംഗ് എടുക്കുന്ന ഈ പത്തായപ്പുര ഇല്ല. പഴയ പത്തായപ്പുര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനും ഒരു കഥ ഉണ്ട്. 1921 കാലഘട്ടത്തില് അന്നത്തെ മാപ്പിള ലഹള നടക്കുന്ന സമയത്ത് അന്ന് മലപ്പുറത്ത് നിന്നും അന്നത്തെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട ഒരു തീവ്രവാദികൾ ക്ഷേത്രത്തിൽ വന്ന് ഇവിടെ അടുത്തുള്ള ഒരു പൊതുവാടുണ്ട്. ആ പൊതുവാട്ടിൽ നിന്ന് ഒരു കാളയെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ വെച്ച് കൊന്ന് ശ്രീകോവിലില് അതിന്റെ മറ്റേ കൊടലൊക്കെ ചാർത്തി അങ്ങനെ ഇരിക്കണ സമയത്ത് മലപ്പുറത്ത് നിന്നും ഗൂർഖ പട്ടാളം വന്ന് ഇതിന്റെ തലവൻ ഈ പഴയ പത്തായപ്പുരയുടെ മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അത് അവിടുന്ന് ഈ ഗ്രൗണ്ടില് അവിടുന്ന് പീരങ്കി വെച്ച് ഷൂട്ട് ചെയ്തിട്ട് അയാളെ കൊല്ലുകയാണ് ചെയ്തത്. അന്നുണ്ടായിരുന്ന ഇതിനെ ഇടപെട്ടിരുന്ന ഈ തീവ്രവാദികളെ മുഴുവൻ ഇവിടുന്ന് കൊണ്ടുപോയി. അങ്ങനെയാണ് പൂക്കോട്ടൂര് അവരെ അവിടെ കൊണ്ടുപോയി സമാധി ആക്കിയിരിക്കുകയാണ്. അവിടെ വെച്ചിട്ടാണ് അവര് സംസ്കരിച്ചിരുന്നത്. ഇപ്പോഴും കാണാം. കോഴിക്കോട് പാലക്കാട് പോകുന്ന സമയത്ത് പൂക്കോട്ടൂര് ഇവരൊക്കെ ഒരുപാട് ആളുകളെ അവിടെ ഇതാക്കിയേണ്ട സമാധിയുടെ ഭാഗം അത് ഇവിടെ വെച്ചിട്ടാണ് അതിന്റെ ഒരു ഭാഗം നടന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ചേലകലാപം എന്നാണ് അറിയപ്പെടുക. 21 നടന്നത്. അപ്പൊ അന്ന് മുതൽ അതിന് ശേഷമാണ് ഇവിടെ
2 ആനകളൊക്കെ ഉണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിന്. അത് ഇപ്പോഴത്തെ ഒളപ്പമണ്ണ മനയുടെ വെള്ളിനേഴിയിലെ OMC നാരായണൻ നമ്പൂതിരിപ്പാട് ഒരു മനക്കിലത്തെ ഒരു കാരണവര്. അദ്ദേഹം ഋഗ്വേദം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത മഹാപണ്ഡിതനാണ്, സംസ്കൃത പണ്ഡിതനാണ്. അന്നത്തെ കൂട്ടുകുടുംബ കാലത്ത് അവരെല്ലാവരും വെള്ളിനേഴി ഒളപ്പമണ്ണ മന തറവാട്ടിൽ താമസിക്കുന്ന സമയത്ത് അവര് പാർട്ടീഷൻ, അദ്ദേഹത്തിന് താല്പര്യമില്ല. അതായത് അന്നത്തെ റാവു ബഹദൂർ എന്ന സ്ഥാനപ്പേര് വെച്ചാൽ ഇപ്പോഴത്തെ കലക്ടറുടെ പദവിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹം കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ അദ്ദേഹം ഇവരൊക്കെ കൂട്ടുകുടുംബമായിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ OMC നാരായണൻ നമ്പൂതിരിപ്പാട് പറഞ്ഞ ഋഗ്വേദം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത അദ്ദേഹം ഭാഗം ചോദിച്ചു എന്നാണ് പറയുന്നത്. ഭാഗം ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന് അത് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹമായിട്ട് ചെറിയ സൗന്ദര്യ പണക്കത്തില് നേരെ വെള്ളിനേഴിയിൽ നിന്ന് ഇങ്ങോട്ട് പള്ളിക്കുറപ്പിലേക്ക് വന്നു. അന്ന് വെള്ളിനേഴിയിലെ കാന്തളൂർ ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്, അത് അതിപ്രശസ്തമാണ്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ അരങ്ങേറ്റം നടത്തിയ ക്ഷേത്രമാണ് അത്. അപ്പൊ അദ്ദേഹം ഈ മനയും അടുത്തായിട്ട് ഏതാണ്ട് 200 മീറ്റർ വ്യത്യാസമേ ഉള്ളൂ. അദ്ദേഹം അവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അപ്പൊ അവിടുന്ന് അദ്ദേഹമായിട്ട് സൗന്ദര്യ പണക്കത്തില് നേരെ പള്ളിക്കുറപ്പിലേക്ക് വന്ന് അദ്ദേഹം കയറ്റിയതാണ് ഈ പഴയ വത്തായപ്പുര. അപ്പൊ അദ്ദേഹത്തിന്റെ ഫോട്ടോ എല്ലാം മുകളിലുണ്ട്. ഇപ്പൊ അതായത് കാന്തളൂർ അമ്പലത്തിന്റെ എങ്ങനെയാണോ അതേ സ്ട്രക്ചറിലാണ് പള്ളിക്കുറുപ്പ് ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ കാന്തളൂർ ഗംഭീരമായ ഉത്സവമൊക്കെ നടന്നിരുന്ന കാലം ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ചെയ്തിരുന്നത്. അദ്ദേഹം പള്ളിക്കുറുപ്പിലേക്ക് വന്ന ഉടനെ ഇവിടെ ഉത്സവം തുടങ്ങി. അങ്ങനെ ഇവിടെ 7 ദിവസം അതിഗംഭീരമായ ഉത്സവക്കാരായിട്ട് നടന്നിരുന്നു. 7 ദിവസം കഥകളിയുടെ പറഞ്ഞാൽ എല്ലാ പ്രഗത്ഭ ആചാര്യന്മാരും ഇവിടെ വന്നിട്ടാണ് കഥകളി ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരൊക്കെ ഇവിടെ ബിയക്കുറിശി പറഞ്ഞ സ്ഥലത്തുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് നടന്നു വന്ന 7 ദിവസം ഇവിടെ താമസിച്ച് അങ്ങനെ നടന്നിരുന്ന ഒരുവിധം കേരളത്തിലെ എല്ലാ ബന്ധപ്പെട്ട കലാകാരന്മാരും ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുണ്ടായി. അന്ന് അദ്ദേഹം ഇവിടെ വരുന്ന സമയത്ത് 2 ആന ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. പള്ളിക്കുറുപ്പ് സുബ്രഹ്മണ്യനും പള്ളിക്കുറുപ്പ് അയ്യപ്പൻ 2 ആനകൾ ഉണ്ടായിരുന്നു ഇവിടെ, അല്ലെ? കുട്ടികൃഷ്ണനും അതെ സുബ്രഹ്മണ്യനും. അത് ഈ അമ്പലത്തിനോട് ചേർന്ന് അടുത്തൊരു പത്മനാഭൻ നായർ, അദ്ദേഹമാണ് അതിന്റെ പ്രധാനപ്പെട്ട പാപ്പാനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രാവശ്യം ആന മതിച്ചിട്ട് ക്ഷേത്രത്തിന്റെ പുറത്ത് മതപ്പാടിൽ നിൽക്കുന്ന സമയത്ത് ഈ തമ്പുരാൻ ഈ പത്തായപ്പരുടെ മുകളിൽ ഇരുന്നിട്ട് പത്മനാഭ ആന അഴിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അഴിക്കാൻ കൂട്ടാക്കിയില്ല. എനിക്കറിയാം ആന അഴിക്കാറായുള്ളത്, അഴിച്ചു കൊണ്ടുപോകുക പറഞ്ഞപ്പോ അദ്ദേഹം മനസ്സോടെ ആന അഴിച്ചു കൊണ്ടുവന്നിട്ട് അതിന്റെ പുറകിലത്തെ കാലിൽ മരുന്ന് തേക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയ സമയത്ത് 2ാമത്തെ പാപ്പാനാണ് ചേർന്ന് നിന്നിരുന്നു. 2ാമത്തെ പാപ്പാനാണ് വിചാരിച്ചിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് തട്ടിയത് ഈ 1ാം പാപ്പാനെയാണ്. ഈ പത്മനാഭൻ എന്ന് പറഞ്ഞ അരുമയിട്ട് വളർത്തിയിരുന്ന പാപ്പാനായിരുന്നു അത്ര. അദ്ദേഹം ആ സ്പോട്ടിൽ മരിച്ചു. ഈ ഡെഡ് ബോഡി എടുക്കാൻ സമ്മതിച്ചില്ല. അന്ന് ഈ താഴത്തെ പിണ്ടാലിലെ കുടുംബക്കാരാണ് അദ്ദേഹം. അവരുടെ തലമുറയിലിപ്പോ വിജയലക്ഷ്മി അവരൊക്കെ ഇവിടെ നിൽക്കുന്ന ആളാണ്. അവരുടെയൊക്കെ പൂർവികമായിട്ടുള്ള ആളാണ് അത്. അപ്പൊ അദ്ദേഹത്തിന്റെ ബോഡി ഈ ആനയുടെ അടുത്ത് നിന്ന് എടുക്കാൻ ആന സമ്മതിക്കണില്ല. അത് ഈ ഗ്രൗണ്ടിൽ ഈ മുറ്റത്ത് വെച്ചിട്ടാണ് അതൊക്കെ ഉണ്ടായിരുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ ആന ഇതിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡെഡ് ബോഡി മാറ്റണം ഇവിടുന്ന്. ആനയെ പതുക്കെ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് മറ്റേ പഴം മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളുന്ന ആളുകൾ പാപ്പന്മാരെ വിളിച്ച് ആന അമ്പലത്തിന്റെ ഉള്ളിലേക്ക് ആക്കി ഈ 2 ഭാഗത്തും അന്ന് തീ മുട്ടിയിടാന്നാ പറയുക. ആന പുറത്തുചാടായിരിക്കും. ആനക്ക് തീ ഭയങ്കര പേടിയാണ്. അങ്ങനെ 2 ഭാഗത്തും തീ മുട്ടിയിട്ട് ആന അതിന്റെ ഉള്ളിലേക്ക് ആക്കി ഡെഡ് ബോഡി വീട്ടിൽ കൊണ്ടുപോയിട്ട് നേരെ സംസ്കരിക്കുകയാണ് ചെയ്തത്. ഇതേ സമയത്ത് ആന ഉള്ളില് പരാക്രമം അടിക്കാൻ തുടങ്ങി. അമ്പലത്തിന്റെ 4 പുറം ഓടി അവസാനം ആനയ്ക്ക് പുറത്ത് കിടക്കാൻ പറ്റാതെയപ്പോ ആനക്കൊട്ടിലിന്റെ ഇപ്പൊ കാണുന്ന വലിയ 6 കാലില് 2 കാൽ ആന തട്ടി. എന്നിട്ട് പുറത്തേക്ക് കടന്ന് ആന നേരെ പോയത് ഈ പത്മനാഭനായരുടെ വീട്ടിലേക്കാണ്. അവസാനം ഇവിടുന്ന് ആളുകൾ എല്ലാവരും കൂടി അപ്പോഴേക്ക് അറിഞ്ഞു വശായി ആന അവിടുന്ന് ആട്ടാൻ തുടങ്ങി. അങ്ങനെ ആന പള്ളിക്കൊപ്പില് 3 ദിവസം ആകെ ഓടിയും കൊണ്ട് നടന്ന് അവസാനം കുളത്തിൽ വന്ന് ഇറങ്ങി കടന്നു. ഒരു ദിവസം കുളത്തിൽ ഇറങ്ങി കടന്നു. പിറ്റേ ദിവസം ആയപ്പോഴേക്ക് ക്ഷീണിച്ച് ആനയുടെ കാലുമ്പലും മുഴുവൻ ആണിയും പലകയൊക്കെ നിറയെ വഴി കൂടെ ഒക്കെ വെച്ചിരുന്നു. അതൊക്കെ നിറഞ്ഞ് പഴുത്ത്
അങ്ങനെ കുളത്തിലിറങ്ങി അവിടുന്ന് പിന്നെ ചെറിയൊരു കുട്ടിക്ക് പോലും ആന എടുത്തു കൊണ്ടാന്നുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെ കൊണ്ടുവന്നും പെടുന്നു പിന്നെ അതിന് ശുശ്രൂഷയൊക്കെ ഉണ്ടായി. അങ്ങനെ അത് ആന പതുക്കെ ഇവിടുന്ന് ചെരിഞ്ഞു. ഇതോടുകൂടെ ഈ റൗബദൂർ തമ്പുരാനും മഹോദരം എന്ന് പറഞ്ഞ അസുഖം പിടിപെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം വരിക്കാശ്ശേരി മനക്കിലേക്ക് പോവാണ്ടായിരുന്നു. അതോടുകൂടെ അദ്ദേഹത്തിന്റെ ഇവിടുത്തെ ജീവിതം അവസാനിപ്പിച്ചു. വരിക്കാശ്ശേരി മനയായിട്ട് അഭേദ്യമായ ബന്ധമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അവരുടെ കുടുംബമാണ്. അങ്ങനെ വരിക്കാശ്ശേരി മനക്കിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കണത്. അന്നത്തെ ട്രസ്റ്റി ആയിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ ഇവിടെ ഉണ്ട്. അതിനുശേഷമാണ് ഈ OMC നാരായണൻ നമ്പൂതിരിപ്പാട് ഇതിന്റെ ട്രസ്റ്റി ആയിട്ട് വരുന്നത്. ഋഗ്വേദം ട്രാൻസ്ലേറ്റ് ചെയ്താണ്. അദ്ദേഹം കുറെ കാലം ഭരിച്ചു. ആ സമയത്തും ഞാൻ ഇതിന്റെ മാനേജറായിട്ടുണ്ട്. കുറെ കാലങ്ങളായിട്ടുള്ള അടുപ്പുണ്ടാകുന്ന അത് 35 വർഷമായി. അതിനുശേഷം പിന്നെ മഹാകവി ഒളപ്പമണ്ണ അദ്ദേഹം ട്രസ്റ്റി ആയിട്ടുണ്ട്. പിന്നെ കുഞ്ഞൻ നമ്പൂതിരിപ്പാട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പള്ളിക്കുറപ്പിലുള്ള OMC വാസുദേവൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹം അന്നത്തെ ബനാറസ് യൂണിവേഴ്സിറ്റിയിലെ അഗ്രികൾച്ചർ MSc അഗ്രികൾച്ചറാണ് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ. അദ്ദേഹത്തിന് ഒരുപാട് തെങ്ങുംതോട്ടം മറ്റു കാര്യങ്ങളൊക്കെ അവിടെ പള്ളിക്കുറപ്പ് മനയായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ട്. അദ്ദേഹമാണ് പിന്നെ ഒരുപാട് കാലം ട്രസ്റ്റി ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരുടെ പൂർവികമായിട്ട് അടുത്ത ആൾക്ക് കൈമാറി വന്നു. ഇവരുടെ ട്രസ്റ്റിഷിപ്പ് എങ്ങനെയാ വെച്ചാൽ ഏറ്റവും മൂത്ത കാരണവരാളാണോ അവരാണ് ട്രസ്റ്റി. അപ്പൊ അവർക്ക് വയ്യെങ്കിൽ അടുത്ത ആൾക്ക് കൈമാറുക. അങ്ങനെ മാറി മാറി ഇപ്പോ ട്രസ്റ്റി പറയണത് തൃശ്ശൂരുള്ള ധനലക്ഷ്മി ബാങ്കിലത്തെ മാനേജറായിട്ടുള്ള കുന്നംകുളം ബ്രാഞ്ചിൽ OB നാരായണൻ. അദ്ദേഹത്തിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി പ്രൊഫസറായിരുന്നു OM വാസുദേവൻ, ഡോക്ടർ OM വാസുദേവൻ. അപ്പോ അങ്ങനെയുള്ള ഒരു വലിയ കുടുംബത്തിന്റെ അധിപന്മാരാണ് ഈ ക്ഷേത്രത്തിന്റെയൊക്കെ ഊരാളന്മാര്. ഇപ്പോഴും അവരുടെ ഒരിക്കലും ക്ഷയിച്ചു പോയിട്ടില്ല. എന്റെ പേര് വിജയലക്ഷ്മി എന്നാണ്. ഇവിടെ തൊട്ട് അമ്പലത്തിന്റെ തൊട്ട് തന്നെയാണ് തറവാട്. അമ്പലത്തിന്റെ ഒരു മതിലപ്പുറമാണ് വീട്. ഇപ്പൊ ഞങ്ങളുടെ വീട് ടെമ്പിൾ വ്യൂ തന്നെയാണ് വീട്ടു പേരിട്ടിരിക്കുന്നത്. അതിലാണ് ഇപ്പം അടുത്തത് അവിടുന്ന് നോക്കിയാൽ കാണുന്ന വീട് തന്നെയാണ്. അപ്പൊ ഞങ്ങള് കുടുംബപരമായിട്ട് തന്നെ അമ്പലത്തിലത്തെ ഒരു ഭക്തകൾ തന്നെയാണ്. പണ്ട് കാലത്ത് എനിക്ക് എന്റെ കുട്ടിക്കാലം മുതൽ തന്നെ അമ്പലക്കുളത്ത് പോയി കുളിച്ച് ഈറിനോടെ അമ്പലത്തിൽ തൊഴുത് എന്നിട്ടാണ് ഭക്ഷണം കഴിക്കുള്ളൂ. ഇപ്പൊ ഇപ്പൊ ഒരുപാട് ആൾക്കാർ അമ്പലക്കുളത്തില് പിന്നെ രാവിലത്തെ നേരം നല്ല കുളിച്ച് തൊഴുതിട്ട് തന്നെയായിരുന്നു. ഇന്നത്തെ കാലത്തിന്റെ ഒരു ഇതുകൊണ്ട് ഇന്നിപ്പോ ആരും അങ്ങനെ ഇല്ല. വളരെ കുറച്ചൊരു 7 മണി വരെ 8 മണി വരെ കുളത്തിൽ ആരും കുളിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഒളപ്പമണ്ണ ദേവസ്ഥത്തിന്റെ ആണെന്ന് ഇപ്പൊ പറഞ്ഞു, എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു. അപ്പൊ അതിന് പിന്നെ കർക്കിടക മാസത്തില് ഇവിടെ ഈശ്വര സേവ പതിവുണ്ട്. ഈശ്വര സേവ എന്ന് പറഞ്ഞ 12 ദിവസത്തെയാണ്. അത് ദേവസ്ഥത്തിന്റെ മാത്രമേ ഉണ്ടാവൂ. അതായത് ആദ്യത്തെ 3 ദിവസം ദേവസ്ഥന്റെ, ബാക്കിയുള്ള ദിവസങ്ങളിൽ അടുത്തുള്ള ഭക്തജനങ്ങൾക്ക് കൊടുക്കും. അത്രയുണ്ട്. ഇന്നിപ്പോ അങ്ങനെയല്ല. ഇന്ന് കർക്കിടക മാസത്തിലെ ആൾക്കാർക്ക് കിട്ടാതിരിക്കുകയാണ്. അതുപോലെ മകരമാസത്തിൽ 1-ാം തീയതി മുതൽക്ക് 12 ദിവസം ചുറ്റുവിളക്ക്, അത് കഴിഞ്ഞ് അയ്യപ്പന് താലപ്പൊലി, അങ്ങനെയാണ് പതിവ്. അതും അതെ. ഇന്നും മാസം മുഴുവൻ ഉണ്ടാവും ചുറ്റുവിളക്കും താലപ്പൊലിയായിട്ട്. അത് ആദ്യത്തെ ദിവസം പിന്നെ ദേവസ്ഥലത്തെ കൊടുക്കും. അങ്ങനെയാണ്. പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇവിടുന്ന് ആന ഓടിയിട്ടുള്ള ആ പാപ്പാനെ കൊണ്ടു കിടത്ത് ഞങ്ങളുടെ തറവാട്ടിലാണ്. അപ്പൊ അതാണ് അമ്മയൊക്കെ എപ്പോഴും പറഞ്ഞു. ഞങ്ങളുടെ തറവാട്ടിൽ വെച്ചിട്ടാണ് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചത്. ആന കുന്നേരം ഉണ്ടായിട്ടാണ്. പിന്നെ വേറെ എന്താ വെച്ചാൽ അമ്മയുടെ അച്ഛനുണ്ട്. അവന്റെ അമ്മയുടെ അച്ഛൻ ഇവിടുത്തെ എന്താന്ന് പറയാ ഈ അമ്പലത്തിലത്തെ കുറ്റിവർത്തിക്കാരനായിരുന്നു എന്റെ അമ്മയുടെ അച്ഛൻ. അങ്ങനെ ഈ അമ്പലമായിട്ട് ഒരു ഇതുണ്ട്. പിന്നെ ഇപ്പൊ ഞങ്ങള് പണ്ട് ഇവിടെ കുറച്ച് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉത്സവം, ഇപ്പൊ എന്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്കറിയാം 7 ദിവസം ഉത്സവം നടന്നിരുന്നു പറഞ്ഞാൽ വളരെ ചെറിയ കുട്ടിക്കാലാവുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ടാവും. ഉത്സവത്തിന് വന്നതും പിന്നെ ചെറിയ ഒക്കെ നല്ല ഓർമ്മയുണ്ട്. പിന്നെ ഉത്സവമൊക്കെ ക്ഷയിച്ചു. ഉത്സവം ഒന്നും നടക്കാതെ ഈ അമ്പലം ക്ഷയിച്ചു. അങ്ങനെ പിന്നെ ആഞ്ഞം തിരുമേനി ഇവിടെ സപ്താഹം തുടങ്ങി. എളപ്പമണ്ണ കൃഷ്ണൻ ഈ ഇളയടത്ത കൃഷ്ണൻ തിരുമേനി മുൻകൈ എടുത്തിട്ട് ഇവിടെ ഒരു 18-19 കൊല്ലത്തോളം ആഞ്ഞം തിരുമേനി കൊറോണ വരുന്ന 25 കൊറോണ വന്നതിന് ശേഷം ആ കൊല്ലാണ് നിർത്തിയിരിക്കണം. 2021 നിർത്തിയിരിക്കണം. ആഞ്ഞം തിരുമേനി സപ്താഹം തുടങ്ങി. ആ സപ്താഹം തുടങ്ങിയതിന് ശേഷമാണ് അമ്പലത്തിൽ പിന്നെ കുറേശ്ശെ മുന്നോട്ട് വരാൻ തുടങ്ങി. അദ്ദേഹം വിളിച്ചു പറയായിരുന്നു. എന്താ വെച്ചാ നാമം ജപിക്കുമ്പോ പറയായിരുന്നു എന്താ വെച്ചാ നരസിംഹമൂർത്തി ശരണം, പിന്നെ
പള്ളിക്കുറുപ്പ് തേവരെ ശരണം, അങ്ങനെ അങ്ങനെ ഓരോ നാമം പറയുമായിരുന്നു. അതിനുശേഷം പിന്നെ ഒരു ദിവസം ഇവിടെ പിന്നെ പ്രശ്നം വെച്ചപ്പോ ആ പ്രശ്നത്തിൽ പറയണ്ടായി അദ്ദേഹത്തെ ആ നരസിംഹമൂർത്തിയെ ശരണം എന്ന് പറഞ്ഞ കാരണം അങ്ങനെ നാമം ജപിച്ച ആ സപ്താഹം തുടങ്ങുക കാരണമാണ് അമ്പലത്തിന് മുന്നതിലേക്ക് വരാൻ കാരണം. അല്ലെങ്കിൽ നരസിംഹമൂർത്തി എണീറ്റ് പോവാൻ അങ്ങനെ ആ ഒരു ഘട്ടത്തിലായിരുന്നു എന്ന് പറയണ്ടായിട്ടുണ്ട്. ഇപ്പൊ 2-3 വർഷമായിട്ട് പുതിയ കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് കമ്മിറ്റി ഇവിടെ ഇല്ല നമ്മളെ അമ്പലത്തില്. ഈ ആഘോഷങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റി മാത്രമേ ഉള്ളൂ. അപ്പൊ ആഘോഷങ്ങള് ജനങ്ങളുടെ സഹായം കൊണ്ട് വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ അടുത്ത് ഉത്സവം താല്പര്യം കഴിഞ്ഞു. അതിനുശേഷം ഈ കമ്മിറ്റി നിലവിലില്ല. ഇനിയിപ്പോ പുതിയ കമ്മിറ്റി 2 മാസം കഴിഞ്ഞാൽ വരും അല്ലെ, 2-3 മാസം കഴിഞ്ഞാൽ പുതിയ കമ്മിറ്റി വരും. അപ്പോ അമ്പലത്തിൽ കുറെ പ്രവർത്തികൾ ചെയ്യാനുണ്ട് ഇപ്പോ. അപ്പൊ നമ്മള് എല്ലാ ആൾക്കാരുടെയും സഹായം ആവശ്യപ്പെടുകയാണ് ഈ സമയത്ത് വെച്ചിട്ട്. പള്ളിക്കുറുപ്പിക്ക് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണ്. ഇവിടെ 10-12 വർഷമായിട്ടുണ്ട്. ഇത് നമ്മുടെ പള്ളിക്കുറുപ്പ് മഹാവിഷ്ണു ക്ഷേത്രം. എനിക്ക് ഇങ്ങനെ നമ്മള് വീട്ടിൽ നിന്ന് പോകുമ്പോ ഈ അമ്പലം കാണുക, അങ്ങനെ 2 കൊടിമരം, 2 ഉത്സവം, പൂരം എന്നൊക്കെ പറയുന്ന കേൾക്കല്ലാണ്ട് ഇതിന്റെ അനുഭവം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഫീലിങ്സ് അറിയില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മുടെ തേവരോട് നമ്മള് മനസ്സുരുകി എന്തൊരാഗ്രഹം പ്രാർത്ഥിച്ചാലും അത് സാധിക്കും. ഞാന് എല്ലാരോടും പറയാറുണ്ട്, നമ്മളിപ്പോ വിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് താമരമുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിലൊരു ആഗ്രഹം വിചാരിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പൊ എനിക്കത് നടക്കൊണ്ട് ഞാൻ ഉണ്ണിത്തിരുമേ എനിക്ക് അത് വഴിപാടായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ 2 ആളുണ്ട് ഇവിടെ, നരസിംഹമൂർത്തി ഉണ്ട്, വിഷ്ണു ഉണ്ട്. അപ്പൊ ഞാൻ ഭഗവാന് വേണ്ടിയിട്ടായിരുന്നു താമര ഒരു വട്ടം കൊടുത്തത്. അപ്പൊ തിരുമേനി പറഞ്ഞു മറ്റാൾക്ക് അത് വിഷമാവൂട്ടോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാവൂട്ടോ പറഞ്ഞു. പക്ഷെ ഞാൻ പിറ്റേന്ന് ഇങ്ങനെ പറഞ്ഞു ഭഗവാനെ പൊറുക്കണേ, ഇങ്ങനെ 2 ആൾക്കും ഒരുപോലെ ചെയ്യണം എന്ന് കരുതിയിട്ടാണ്. അപ്പൊ അതേപോലെ തന്നെ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ, ഒരുപാട് വലുതൊന്നും ഇല്ല. ആഗ്രഹിച്ചു, അതുപോലെ തന്നെ 2 ആളും ഒരുപോലെ എനിക്കത് നടത്തി തരുകയും പിറ്റേ ദിവസം ഞാൻ അതുപോലെ ഒരു 2 ആൾക്കും ഭക്ഷാഭേദം ഇല്ലാതെ കൊടുന്നു തന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രവർത്തകരുണ്ട്, നമ്മുടെ അമ്പലത്തിന്റെ ആൾക്കാർ, എല്ലാത്തിനും നമ്മുടെ ഒപ്പം ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, നമുക്ക് ഇവിടെ എന്തെങ്കിലും വഴിപാടുണ്ടോ, എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് കറക്റ്റ് ആയിട്ട് അവർ ചെയ്യും, പറഞ്ഞു തരും, ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഒരു അമ്പലത്തിന് മാതൃസമിതി ഉണ്ട്. എല്ലാ കാര്യത്തിനും ഇപ്പൊ ഇന്ന് നമ്മുടെ ഇവിടെ സപ്താഹം നടക്കുകയാണ്, 4ാമത്തെ ദിവസമാണ്. നമ്മുടെ മാതൃസമിതിയുടെ എല്ലാ അംഗങ്ങളും എല്ലാത്തിനും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. അതുപോലെ തിരുവാതിരക്കളിയുടെ ഒരു ടീം, അങ്ങനെ എല്ലാ കാര്യങ്ങളുമായിട്ട് അമ്പലം അടിപൊളിയാണ്.